ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേഡ് റൈസ് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ വിബി ആൻഡ് അച്ചു ഹോം. ഒരു ബൗളിൽ 1 കപ്പ് ബസ്മതി റൈസ് എടുക്കുന്നുണ്ട്. ഇതൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് കുതിരാൻ വെക്കാം. ബസ്മതി റൈസിന് പകരം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മറ്റേത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, ഉപയോഗിക്കാവുന്നതാണ്. നല്ലതുപോലെ വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ. റൈസ് നല്ലതുപോലെ കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റ് കിട്ടും. പാലിൽ നല്ല അരി വെന്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു അടപ്പ് വെച്ച് അടച്ച് തിള വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഇത് തിള വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടപ്പ് വെച്ച് അടച്ച് വെച്ച് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെന്ത് നല്ലതുപോലെ വന്നു കഴിഞ്ഞതിന് ശേഷം തവി വെച്ച് ഇത് മിക്സ് ചെയ്ത് നല്ലത് കുഴച്ച് എടുക്കേണ്ടതാണ്. ഇതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ചൂടൊക്കെ ഒന്ന് മാറുന്നിടം വരെ. ചൂടൊക്കെ മാറിയതിന് ശേഷം 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് തൈരും ഉപ്പും ചോറും നല്ലതുപോലെ മിക്സ് ചെയ്യണം. ചോറിനകത്തിൽ തൈര് നല്ലതുപോലെ മിക്സ് ചെയ്യത്തക്ക രീതിയിൽ തൈര് ചേർത്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി പച്ചമുളക് 1/2 ടീസ്പൂൺ വീതം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാളയും ചോറും തൈരും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ 3-4 വറ്റൽമുളകിൻ്റെ പീസും ഓരോ ടേബിൾ സ്പൂൺ വീതം ഉഴുന്ന് കടല പരിപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 കാഷ്യൂനട്ടും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള റൈസ് തൈര് മേളിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കേഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നിടം വരെ ബൈ.